ദ മാനിപ്പുലേറ്റഡ് എന്ന കൊറിയൻ സീരീസിന്റെ 3rd എപ്പിസോഡാണിത്. ഒരു വലിയ ഓപ്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ ഒരു സ്കൾപ്ചറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലേലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിചിത്രമായിട്ടുള്ള ശില്പമുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 2 പേര് മത്സരിച്ച് ലേലം വിളിക്കുവാണ്. ഒരാൾ ഓൺലൈനിലും ഒരാൾ അല്ലാതെയും. മേലെ ഇരുന്ന് നമ്മുടെ വില്ലൻ ജംസ് മിഠായി തിന്നുകൊണ്ട് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പുറത്തെ ഇയാള് എങ്ങനെ ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. 2.6 ബില്യണിൽ തുടങ്ങിയിട്ട് ഇപ്പം 3.5 എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ചെയർമാന് പൈസ കൂടുന്തോറും പുള്ളിക്ക് ഹാർട്ട് ബീറ്റും കൂടുന്നുണ്ട്, നന്നായിട്ട് വേർക്കുന്നുമുണ്ട്. ഇങ്ങനെ കൂടി പോകുന്ന കണ്ടിട്ട് ഹോസ്റ്റിൻ്റെ അടുത്ത് തനിക്കൊരു ബ്രേക്ക് വേണമെന്നും പറഞ്ഞ് അവിടെ എണീറ്റ് പോകുന്നു. ചെയർമാന് വേണ്ടി മാത്രം ഓപ്ഷൻ നടക്കുന്ന കണക്കാണ് അവിടെ ബ്രേക്ക് കൊടുത്തിട്ട് എല്ലാവരും പോകുന്നത്. വില്ലനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചെയർമാൻ വന്നത്. ചെയർമാന്റെ മോൻ എന്തോ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് വില്ലനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ ഒരു ശില്പം മേടിച്ചു കൊടുക്കാൻ നോക്കുന്നത്. ഈ ശില്പത്തിന്റെ വില കൂടി പോകുന്ന കണ്ടിട്ട് വേറെ വല്ലതും തന്നാ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ല, എനിക്ക് ഇത് തന്നെ മതിയെന്ന് വില്ലന്റെ പേര് യോഹൻ എന്നാണ്. അവസാനം പുള്ളി ഗതികെട്ട് പിന്നെയും വന്നിരിക്കുന്നുണ്ട്. പ്രൈസ് 4.5 ബില്യൺ എന്ന് തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം 6 പുള്ളി ഒരുമാതിരി ശ്വാസം എടുക്കാൻ പോലും കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെയും കൂട്ടി പറയുന്നത്. അയാൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് രസിച്ച് നിൽക്കുന്ന വല്ലാത്തൊരു കൈൻഡ് ഓഫ് സൈക്കോ ആണ് യോഹൻ. അവസാനം 6.5 ബില്യൺ ആണ് ലേലം ഉറപ്പിക്കുന്നത്. അയാളുടെ കഷ്ടപ്പാട് കണ്ട് സന്തോഷപുളകിതനായി നിൽക്കുന്ന യോഹൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടെ ഓൾറെഡി ആ ഒരു ശില്പം കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഒരുമാതിരി ഒരു മനുഷ്യന്റെ മുഖത്ത് വലിച്ചു കീറിയാൽ എങ്ങനെ ഉണ്ടാവോ അതേ കണക്ക് വല്ലാത്തൊരു വിചിത്രമായിട്ടുള്ള ശില്പം. വിചിത്രമായ ടേസ്റ്റാണ്. ഫുള്ള് ഒരുമാതിരിപ്പെട്ട ശില്പങ്ങൾ. വീട് മൊത്തം എന്ന് പറഞ്ഞ കണക്ക്. വീട്ടിലേക്ക് വന്ന് കയറുന്നതും ചെയർമാനെയാണ് വിളിക്കുന്നത്. തേജു ഇങ്ങനെ നടന്നത് ഡിറ്റോ കണക്ക് വേറൊരു പയ്യനെ നടന്ന് ആ പയ്യൻ മരിച്ചു പോയായിരുന്നല്ലോ. ആ പയ്യനെ കള്ളക്കേസ് കുടുക്കിയതും യോഹനാണ്, ചെയർമാന്റെ മകന് പകരം. ഇപ്പം ആ പയ്യൻ മരിച്ചതുകൊണ്ട് നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞതല്ലേ അതെല്ലാം ക്ലീൻ ആക്കി തരാമെന്ന്. ഇപ്പം ആ പൈസ വർത്തായില്ലേ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. യോഹന്റെ കമ്പനിയിൽ എന്തോ ഒരു വലിയ പ്രൊജക്റ്റ്, വളരെയധികം പൈസേൻ്റെ ഒരു പ്രൊജക്റ്റാണ്. അത് അവരുടെ പൈസ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന രീതിക്കാണ് മറ്റ് ഷെയർ ഹോൾഡേഴ്സ് സംസാരിക്കുന്നത്. ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പം യോഹൻ ഒരുമാതിരി ടാബിൽ നോക്കി ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുന്ന കണക്കാണ് ഫീൽ ചെയ്യുക. അവിടെ ഉള്ളവര് ഇത് വേണം വേണ്ടാന്ന് കലപില ഒച്ച ഉണ്ടാക്കിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന് ജസ്റ്റ് ഒരു കോള് വരുന്നുണ്ട്, അതും വൈബ്രേഷൻ. ആ ഒരു സൗണ്ട് കേട്ടതും പിൻ ഡ്രോപ്പ് സൈലന്റ്. വന്ന കോള് തേജുങ്ങിനെ പറ്റിച്ച ആ ഒരു ലോയറുടെ അടുത്ത് നിന്നാണ്. തേജുങ്ങിന്റെ അടുത്ത് സംസാരിച്ച് നേരെ വന്ന് കോൾ ചെയ്യുന്നതാണ്. തേജുങ്ങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണമെന്ന്. കാഷ്വലായിട്ട് ശരി സിഞ്ചിട്ടാ പോച്ച്, ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന മെന്റാലിറ്റിയാണ് വില്ലന്. ആ കോള് വന്നതും അവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആ പ്രൊജക്ട് എന്തായാലും എടുത്തേക്ക് എന്ന് ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടും ഇല്ല വർത്താനം, ഇങ്ങോട്ടും ഇല്ല. വില്ലൻ ആരെയോ വിളിക്കുന്നുണ്ട്. ആ കോള് വരുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്നത് നിലത്ത് മൊത്തം തളം കെട്ടി കിടക്കുന്ന രക്തം, ടേബിളില് രക്തം കൊണ്ട് കുളിച്ച് കിടക്കുന്ന ഒരു ബോഡി. ഇത് നോർമൽ ആണെന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരാള്. യോഹാന്റെ അടുത്ത് നിന്നാണ് കോള് വരുന്നത്. ശരി മനസ്സിലായി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോവാൻ നോക്കുമ്പം ഷൂസില് ഇറച്ചി കിടക്കുന്നു. അതും തട്ടി മാറ്റി ഗ്ലാസ് എടുത്ത് വെച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ആള് കുറച്ച് സീനാണെന്ന് സാരം. ഇവിടെ ജയിലില് തേജു ഇങ്ങനെ തടഞ്ഞു വെച്ച് അവനെ അടിക്കണം, റെഡിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഡോഗ്സുവിന്റെ ആൾക്കാര്. ഇന്ന് വേണ്ട പിന്നെ ആവട്ടെ എന്ന് തേജു. ആഹാ ഇതാരേ പറയുന്നത് എന്നൊരുമാതിരി കോമഡി ആയിട്ടാണൊക്കെ ഡോഗ്സു എന്ന് പറയുന്നുണ്ട്. ഇതാ നോക്ക്, ഇന്നിവന് ഒരു മാച്ച് ഉണ്ട്, അപ്പോൾ ഒന്ന് വാമപ്പാവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നല്ല കുട്ടിയായിട്ട് കുറച്ച് അടി അങ്ങ് മേടിച്ചേക്ക് എന്നും പറഞ്ഞ് പുള്ളി അവിടുന്ന് പോകുന്നതും ബാക്കിയുള്ളവരെന്നെ അടിക്കാൻ വരുന്നു. ഒന്നാമത് കൊല വെറിയിലാണുള്ളത്. എല്ലാത്തിനെയും പൊറോട്ട അടിക്കണ കണക്ക് എടുത്ത് അടിക്കുന്നുണ്ട്. അവന്റെ തല ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ്സിൽ കൊണ്ട് മുറിയുന്നുണ്ട്. എന്നാലും അത് മൈൻഡാക്കാതെ എല്ലാത്തിനെയും പുരട്ടി എടുത്ത് അടിക്കുന്നു. അവിടെയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് ഡോഗ്സുവിന്. ഒരുമാതിരി അന്തം വിട്ട് വാ പൊളിച്ചാണ് നോക്കിയിരിക്കുന്നത്. ഇനി എൻ്റെ അടുത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരരുത് എന്ന് ഡോഗ്സുവിനൊരു വാണിംഗ് കൊടുത്തിട്ടാണ് തേജു അവിടുന്ന് പോകുന്നത്. ഒരു ഇലക്ട്രോണിക് റിപ്പയർ ഷോപ്പിലേക്ക് വരുന്ന യൂൻബിനെയും ഫ്രണ്ടിനെയാണ് പിന്നെ കാണുന്നത്. യുൻബി നമ്മുടെ ഹീറോയിൻ ആയിരിക്കണം. ഫ്രണ്ട് ഇന്നലെ കുടിച്ചിട്ട് എവിടെയോ പോയിട്ട് എന്തോ അടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം.
ആ റിപ്പയർ ഷോപ്പ് യൂൻഷിക്കിന്റെ ആണ്. യൂൻഷിക്കുമായിട്ട് യൂൻബിക്ക് എന്താ ബന്ധം എന്നറിയത്തില്ല. ഒരാളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് നമുക്കതിന്റെ കുറ്റബോധം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവോ അതേ കണക്കാണ് യൂൻഷിക്ക് നിൽക്കുന്നത്. യൂൻബി വന്ന് അവിടെയൊക്കെ തപ്പി ഷർട്ടിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് യൂൻഷിക്ക് തേജുങ്ങിന്റെ കൂടെ എടുത്ത ഒരു ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ഫാമിലി കണക്ക് ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഒരുമാതിരി പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുന്ന അവളോട് ജസ്റ്റ് ഒരേ ഒരു കാര്യം മാത്രമേ യോൻഷിക്ക് പറയുന്നുള്ളൂ. കിംബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടില്ല എന്ന്. വല്ലാത്തൊരു ഇഷ്ടക്കേടോടുകൂടെ പൈസയും വെച്ച് ദൈവത്തിന്റെ പുറകെ പോയിന്ന് വെച്ച് ചെയ്ത പാപങ്ങളൊന്നും മാറത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. യൂൻബി പോയതും തൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ വേറൊരു സ്ഥലത്ത് ഒളിച്ചു വെക്കുന്നുണ്ട്. അതും ചിരിച്ചോണ്ടാണ് വെക്കുന്നത്. അവള് വന്ന് എടുക്കുന്നത് ഓക്കെ ആയോണ്ടായിരിക്കണം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഫാദർ വരുന്നത്. തേജുങ്ങ് തിരിച്ചു കൊടുത്ത ആ ബൈബിള് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും യൂൻഷിക്കിന്റെ ബൈബിളാണല്ലോ. അവന്റെ ബൈബിള് കണ്ടതും തേജുങ്ങിന് എന്തോ പറ്റിയോന്ന് ടെൻഷൻ ആവുന്നുണ്ട്. തേജുങ്ങിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംഭവമാണ് നടന്നത് എന്നുള്ള കാര്യം അച്ഛൻ യൂൻഷിക്കിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജയിലില് ഫുഡ് കഴിക്കുന്നിടത്ത് ഡോങ്സൂന്റെ ആൾക്കാര് ഒരാളെ ഇട്ട് ഭയങ്കരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഡോങ്സൂന്റെ മൈൻഡ് മൊത്തം തേജുങ് ആണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ പീറ ചെറുക്കൻ നമ്മളടുത്ത് മുട്ടാൻ വരും എന്നൊരു സംഭവം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എണീറ്റ് പോകുന്നുണ്ട്. പുറകെ തന്നെ പടയും വരുന്നു. അവിടെ ഇരിക്കുന്ന രണ്ടുപേര് ഇവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിനക്കറിയോ, ബോസിന് തേജുങ്ങിന്റെ അടുത്ത് നിന്ന് അടി കിട്ടി, അതുകൊണ്ട് നമുക്ക് എന്തായാലും സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞ് ഇത്രേനുള്ള ഒരു ടോക്കേ ഉള്ളൂ. പക്ഷെ അവരുടെ കഷ്ടകാലത്തിന് അതിലേ പോകുന്ന ഡോങ്സു ഇത് കേൾക്കുന്നുണ്ട്. നേരെ വന്നിട്ട് ഒരുത്തന്റെ തല പിടിച്ച് ടേബിളിലേക്ക് ഒറ്റടി. ഒന്നും കൊണ്ട് നിർത്തുന്നില്ല, തുണി അലക്കുന്ന കണക്ക് പടക്കേ പടക്കേ പടക്കേന്ന് ഒരുപാട്. അതും കൊണ്ട് നിർത്താതെ നിലത്തേക്കിട്ട് മുഖത്ത് ഒരുമാതിരി പൊറോട്ടേന്റെ മാവ് കുഴക്കുന്ന കണക്കാണ് എടുത്തിട്ട് അടിച്ചിടിച്ച് കുഴയ്ക്കുന്നത്. കുഴക്കല്ല, ഒരു പരുവാക്കി എടുക്കുന്നുണ്ട്. ഇതേ സമയം പുറത്ത് വേറൊരാൾ വരുന്നുണ്ട്. ആളെ കണ്ടിട്ട് അവിടെ ഉള്ളവരൊക്കെ കുറച്ച് മര്യാദയോടെയാണ് നിൽക്കുന്നത്. ഫുള്ള് ടാറ്റു ഒക്കെ അടിച്ച് കണ്ടാലേ അറിയാം ഡോങ്സൂനെ കണക്ക് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ അവർ തമ്മിൽ അത്ര ചേർച്ചയുള്ളതായിട്ട് തോന്നില്ല. കൂട്ടം കണ്ട ആൾക്കാരെ തള്ളി മാറ്റി പോവാൻ നിൽക്കുമ്പം ഒരുത്തൻ പിടിച്ചു വെക്കുന്നുണ്ട്. അവന്റെ ലിറ്റിൽ ബോയിനെ തന്നെ പിടിച്ചങ്ങ് ഞെരുക്കി കൊടുക്കുന്നുണ്ട്. പാവത്തിന്റെ ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ എല്ലാം അടിച്ചു വിട്ട് നിൽക്കുമ്പോഴാണ് വേറൊരാള് അടിക്കാൻ വരുന്നത്. അങ്ങനെ കൂട്ടത്തല്ലാവാൻ പോകുന്ന സമയത്ത് ഡോങ്സു വരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട്. രണ്ടിന്റെയും നാക്ക് പുറത്തിറക്കാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിക്കാണ് സംസാരം. അത്രയും നേരത്തെ പ്രശ്നത്തിലും പോലീസുകാർക്ക് അവരെ പിടിച്ചു വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ സമയത്ത് കുറച്ച് മുതിർന്ന പോലീസ് ഓഫീസർ വരുന്നുണ്ട്. പക്ഷെ ഡോഗ്സുവിൻ്റെ അടുത്ത് ആരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാടൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വന്നു. വാടനും കമ്പനി വിടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. വാടന്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. പുതിയ 2 ആൾക്കാർ വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് എന്തോ സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവര് തമ്മില് നല്ല കമ്പനിയാണെന്നാണ്. യോൻഷിക്ക് തേജുവിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് അവനെ കാണാൻ വരുന്നു. ആദ്യം കുറച്ച് കാഷ്വലായിട്ട് സംസാരിച്ചിട്ട് കാര്യത്തിലേക്ക് കിടക്കുന്നുണ്ട്. അവന് മുന്നത്തെ പോലെ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസിയോ അല്ലെങ്കിൽ ജീവിതം അടുത്ത പോലൊരു ഫീലൊക്കെ ഉണ്ടോന്ന്. അങ്ങനത്തെ ഒരുവിധ തോട്ടും എൻ്റെ മൈൻഡിൽ കൂടെ കടന്ന് പോയിട്ടേ ഇല്ലാന്ന് തേജുങ് പറയുമ്പോഴാണ് പുള്ളിക്കൊന്ന് സമാധാനാവുന്നത്. എനിക്കിവിടെ ബോറടിച്ചു തുടങ്ങി, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയാണ്. എടാ മണ്ടത്തിലൊന്നും ചെയ്യരുത് എന്ന് യൂൻഷിക്. സത്യമായിട്ടും താൻ ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ജയിലിൽ ചടാൻ പോവാണെന്നാണ് തേജുങ് പറയുന്നത്. ഡോങ്സോക്കിന് തേജുങ്ങിനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് കൂടത്തിലുള്ള ഒരാളുടെ അടുത്ത് നീ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യത്തില്ല എന്ന് ആ ആളും പറയുന്നുണ്ട്. തേജുങ്ങിനുള്ള പണിയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ തേജുങ് കിടക്കുന്ന സമയത്ത് അവൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലാണ് അവൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. അതിൽ ജയിലിൽ ചടാൻ വേണ്ടിയിട്ട് ജയിലിൻ്റെ മാപ്പ് സ്വന്തമായിട്ട് വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്ന് കണ്ടുപിടിച്ച് അതിൽ മാർക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം അവന് ക്ലീൻ ചെയ്യുന്ന ജോലിയുണ്ട്. ബ്ലോക്ക് ബിയിലാണ് കിട്ടുന്നത്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് സ്റ്റോറേജ് റൂമിൽ അവന് ആവശ്യത്തിനുള്ള ഡ്രസ്സ് ഉണ്ട്, സാധാരണക്കാരുടെ ഡ്രസ്സ്. പിന്നെ സെക്യൂരിറ്റീസിൻ്റെ കീ കാർഡ് വേണം. കറക്റ്റ് 3:30 ആവുമ്പം ഗാർഡ്സ് അവരുടെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും. സോൺ ബി വഴിയാണ് പുറത്തു പോകാൻ പറ്റുക. വെന്റിലേഷൻ വഴി പോയിട്ടുണ്ടെങ്കിൽ ആരും കാണത്തുമില്ല. വൈകുന്നേരം 4 മണിയാവുമ്പം വിസിറ്റിംഗ് അവേഴ്സ് കഴിയും. ആ സമയത്ത് ഫുഡിൻ്റെ ട്രക്കും വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റൂമിലേക്ക് വേറൊരാൾ വരുന്നത്. ഇത്രയും ദിവസം അവനോട് ഒറ്റയ്ക്കായിരുന്നു. അതും വരുന്നത് ഡോങ്സു തേജുങ്ങിന്റെ കാര്യം നോക്കാൻ ഏൽപ്പിച്ച ആള്.
പേര് ജിയോങ് എന്നാണ്. പക്ഷെ ഒരുപാട് പേരുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ആയി പോവും. അതുകൊണ്ട് റൂംമേറ്റ് എന്ന് പറയാം. വന്നതും ഇപ്പൊ ഇൻട്രോയ്ക്കൊന്നും നേരമില്ല, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നേരെ അവിടെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തേജുങ് അവിടെ കടന്നുറങ്ങുന്നു. ഉറങ്ങുന്ന സമയത്ത് ഇവനൊരുമാതിരി എണീറ്റ് വന്നിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. വശപ്പശ കാണല്ലോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കത്തിയെടുത്ത് തേജുവിനെ കുത്താൻ പോകുന്നു. ചെക്കൻ ഷാർപ്പായോണ്ട് രക്ഷപ്പെട്ടു. രണ്ടുപേരും നമ്മൾ ഭയങ്കരമായിട്ടുള്ള അടി നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അടിക്കുന്നുണ്ടെങ്കിലും തേജുങ്ങാണ് കുറച്ചുകൂടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് രാവിലെ ഗാർഡ്സ് എല്ലാരെയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി നിർത്തുന്നുണ്ട്. ഡോങ്സും നമ്മളെപ്പോലെ തന്നെ ക്യൂരിയസ് ആയിട്ട് തേജുങ്ങിന്റെ റൂമിലേക്കാണ് നോക്കിയിരിക്കുന്നത്. തേജുങ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വരുന്നു. ഇതത്രയ്ക്ക് ഡോങ്സുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പുറകെ നമ്മുടെ റൂംമേറ്റ് കോൾഗേറ്റിന്റെ പരസ്യം കണക്ക് 32 വല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. പ്രത്യേക ചിരി ഡോങ്സുനെ നോക്കിയിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡോങ്സും തേജുങ്ങും തമ്മിൽ നോക്കി പേടിപ്പിക്കലും. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോങ്സുവിൻ്റെ അടുത്തേക്ക് സ്വന്തം ഫുഡ് എടുത്ത് തേജുങ് വന്നിരിക്കുവാണ്. എല്ലാവരും ഇവനെ അടിക്കാനെന്നോണം എണീക്കുന്നുണ്ട്. വേണ്ട വേണ്ട ഇരുന്നോന്ന് ഡോക്സു. ഇതോടെ നിർത്തിക്കോ, ഇതുവരെ ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമിച്ചേക്കാന്ന് തേജുങ്. ക്ഷമിക്കാനും മാത്രം നീ ആരാ എന്ന് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോഴാണ് തേജുങ് ചോദിക്കുന്നത്, നീ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അനിയത്തിനെ പീഡിപ്പിച്ചിട്ടല്ലേ? എൻ്റെ അടുത്ത് സത്യം പറയാം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കേട്ട് താളം തെറ്റി തിന്നോണ്ടിരുന്ന പാത്രം എടുത്ത് അവന്റെ മണ്ടയ്ക്കൊരെണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4-5 അടി കൊടുക്കുന്നു. ഗാർഡ്സ് കുറെ പേര് വന്ന് പിടിക്കാൻ നോക്കിയിട്ടും പറ്റുന്നുമില്ല. പിന്നെ അവന്റെ മണ്ടയ്ക്ക് പാത്രം വെച്ച് അടിക്കാൻ വരുന്ന സമയത്ത് ഷോക്ക് കൊടുത്താണ് ഡോക്സുവിനെ പിടിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെടികാട് വന്ന് തേജുങ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയുമ്പം വേണ്ട, അവനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു പോകുന്നു. ഈ നടന്ന കാര്യങ്ങളൊക്കെ ഗഞ്ചയെ ശ്രദ്ധിച്ച് ഇവൻ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തേജുങ് ഗാർഡനിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെടികാട് വരുന്നുണ്ട്. ഡോക്സുവിന് പണിഷ്മെന്റ് ആയിട്ട് സോളിറ്ററി സെല്ലിൽ അടച്ചിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുന്നു. അത്രയ്ക്കുള്ള പ്രശ്നമൊന്നും ഇല്ലെന്ന് തേജുങ് ഗ്രീൻ സ്പോഞ്ചിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബി ബ്ലോക്കിലൂടെ വേണം തേജുങ്ങിനെ രക്ഷപ്പെടാൻ. അതുകൊണ്ട് അവിടുത്തെ ക്ലീനിങ് ജോബ് നോക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ വേക്കൻസി ഇല്ല. പിന്നെ എ ബ്ലോക്കിലാണ് ക്ലീൻ ആക്കാൻ കുറച്ചും കൂടെ സുഖം എന്ന് പറഞ്ഞിട്ടാണ് ആൾ അവിടുന്ന് പോകുന്നത്. തേജുങ് പെട്ടെന്ന് ആ ഗ്രീൻ സ്പോഞ്ച് എടുത്ത് ഒരു ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ മേലെ ചെടി വെച്ച് അതകത്ത് കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ ഒളിച്ചു വെക്കുന്നുണ്ട്. രാത്രി റൂമിൽ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി ഫ്രണ്ട്സിനെ കണക്ക്. രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവണമെന്ന് ചോദിക്കുന്നു. വേണ്ട, നീ എന്നെ അടിച്ച് പരിപ്പിളക്കിയത് കൊണ്ട് ജസ്റ്റ് നിന്നെ മോണിറ്റർ ചെയ്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഓ ഓക്കെ. അല്ല ഡോക്സു, ശരിക്കും നിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുന്നതിന് പൊതുവേ ഞാൻ നന്നായിട്ട് അടിക്കും, പക്ഷെ നീ എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇവരുടെ കോൺവെർസേഷൻ പോകുന്നത്. അടുത്ത ദിവസം കുറച്ച് പേര് നിന്ന് കൂടി സംസാരിച്ച് അവരവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അവനെ അടിച്ച് മെതിച്ച് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് തേജുങ് ബി ബ്ലോക്കിലേക്ക് ജോലിക്ക് പോകുന്നത്. താക്കോല് മേടിച്ച് നേരെ ചെടി വെച്ചെടുത്തേക്ക് പോയിട്ട് ആ താക്കോലിൻ്റെ അച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് ആ ചെടിച്ചട്ടി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇതൊഴിച്ച് വെച്ച് അത് പിന്നെ എടുത്തു വെക്കുന്നുണ്ട് ഉണങ്ങാൻ വേണ്ടി. ജയിലിലേക്ക് ഒരു ഡോക്ടർ വാക്സിനേഷൻ എടുക്കാൻ വരുന്നുണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ യോഹാൻ ഒരാളെ വിളിച്ചിട്ട് ഹീറോയുടെ കാര്യം തീർക്കാൻ പറഞ്ഞിരുന്നല്ലോ, ആ ആളാണോ എന്നെനിക്ക് സംശയമുണ്ട്, പക്ഷെ ഉറപ്പില്ല. പക്ഷെ വില്ലത്തരം കണ്ടാലേ അറിയാം. തേജുങ് അവിടുന്ന് പാസ് ചെയ്യുന്നതും അവന്റെ നമ്പറും നന്നായിട്ട് നോട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ഇന്ന് വാക്സിനേഷൻ ചെയ്യേണ്ട ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിലും പ്രത്യേകം തേജുങ്ങിന്റെ നമ്പറും പേരും നോട്ട് ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പില് എല്ലാവരും ലഞ്ച് കഴിച്ചിട്ട് വാക്സിനേഷൻ എടുക്കാൻ പോണെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. തേജുങ് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ വേറൊരു ഓഫീസർ വന്നിട്ട് തൻ്റെ കാർ ഒന്ന് നോക്കുമെന്ന് പറയുവാണ്. ശരിയെന്ന് പറഞ്ഞാൽ അവനും ചെയ്യുന്നുണ്ട്. എടാ, ശരിക്കും ലഞ്ച് സ്കിപ്പ് ചെയ്ത് ഈ പണിയെടുക്കുന്നത് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പം അല്ലാതെ എനിക്ക് വേറെ സമയം കിട്ടത്തില്ലെന്ന് തേജുങ്. ശരി, എന്നാൽ പിന്നെ പണിയെടുക്ക്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ബർഗർ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പുള്ളി അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ഓഫീസർ പോയി എന്ന് ഉറപ്പ് വരുത്തി തേജുങ് നേരെ പോയിട്ട് ആ കീ എടുത്ത് ഇരുമ്പ് മുറിച്ച് കീ ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനിവിടെ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ പോയ ഓഫീസർ ഫുഡ് കഴിച്ച് പാതിക്കുന്ന നിർത്തി ഇവനുള്ള ബർഗർ മേടിച്ച് അവിടെ നിന്ന് വരുവാണ്. രണ്ടുപേരെയും മാറി മാറി കാണിക്കുന്നു. തേജുങ് ആണെങ്കിൽ എവിടെ എത്തിയിട്ടില്ല, പുള്ളി അടുത്തെത്താറായി.
എന്തായാലും ലാസ്റ്റ് മിനിറ്റില് 4 കീയും എടുത്തു വെക്കുന്നുണ്ട്. ഓഫീസർ വന്ന് നോക്കുമ്പം കാറിന്റെ അടുത്ത് തേജു ഇങ്ങനെ കാണുന്നില്ല. നേരെ അകത്ത് പോയി നോക്കിയിട്ട് എന്തോ ചെയ്യുവാണെന്നുള്ള രീതിക്ക് പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ അവൻ കറക്റ്റ് വണ്ടീൻ്റെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ വണ്ടി ശരിയാക്കി കൊടുത്ത് അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് പുള്ളി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. പോക്കറ്റിലായിരുന്നു കീ വെച്ചത്. പക്ഷെ അവനെ ചെക്ക് ചെയ്യുമ്പം അത് കിട്ടുന്നില്ല. ഒരുവിധം രക്ഷപ്പെട്ടെന്നുള്ള ആശ്വാസത്തില് ബർഗറും എടുത്ത് സ്പീഡിൽ പോകുമ്പം ഡോക്സുവിന്റെ ആള് പുറകെ ഫോളോ ചെയ്തു വരുന്നു. സ്പീഡിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോൾ ഡോക്സുവും ആൾക്കാരും ഫ്രണ്ടിൽ വരുവാണ്. ഡോക്സും അല്ല, ഗാഞ്ചയ്. തേജു അത്യാവശ്യം നന്നായിട്ട് പേടിച്ചാണ് നിൽക്കുന്നത്. പരിചയപ്പെടാൻ വേണ്ടി ഗാഞ്ചയെ കൈ തരുന്നുണ്ട്. ഇവ മൈൻഡാക്കാതെ പോവാൻ നിൽക്കുമ്പം കൂടെയുള്ള ആള് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തുവാണ്. അവനെ പിടിച്ച് മണ്ടയ്ക്ക് 2 തട്ട് കൊടുത്ത് ഞങ്ങൾ സംസാരിക്കുന്നതാണെന്നില്ലേ, അപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ആ വൈബ് അങ്ങ് കളഞ്ഞു. അല്ല, നിനക്ക് ഡോഗ്സിനെ കൊല്ലണമെന്ന് ശരിക്കും ആഗ്രഹമില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ടീം അപ്പ് ചെയ്യാം. ഞാനില്ലെന്ന് തേജും ഒരു സെക്കൻഡ് പോലും വൈകാതെ പറയുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് പറയല്ലേ. നീ ഞങ്ങളുടെ കൂടെ കൂടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആണെന്നാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് തീരുമാനിക്ക്. ഓ, ഫുഡ് കഴിക്കാൻ പോണല്ലേ, എൻജോയ് യുവർ ഫുഡ് എന്നും പറഞ്ഞ് പോകുമ്പോൾ കൂടെയുള്ള ഒരുത്ത മാത്രം തേജുങ്ങിന്റെ ഫുഡിലെ കൈവെക്കുവാണ്. പിടിച്ച് തിരിച്ചു വിടുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് ഗംജെ അവനെ അങ്ങ് വിട്ടേക്കെന്ന് പറയുന്നു. അങ്ങനെ പുള്ളി അവിടുന്ന് പോകുമ്പം തേജുങ് അവിടുന്ന് പോകുന്നുണ്ട്. ഗംജന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതൊരുമാതിരി ചിരിച്ചുകൊണ്ടാണ് നോക്കിയിരിക്കുന്നത്. ആ ബർഗറിന്റെ കവറിന്റെ ഉള്ളിലാണ് തേജുങ് കീ വെച്ചിരിക്കുന്നത്. അതെടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടിട്ട് യൂൺസിക്കുമായിട്ട് സംസാരിച്ചതാണ് ആലോചിച്ച് നോക്കുന്നത്. ജയിലിൽ ചടാൻ പോവുകയാണെന്ന് പറയുന്ന കേട്ടിട്ട്, എടാ അതത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ 2 മല കടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പോരാത്തതിന് 3 സെക്യൂരിറ്റി ക്രോസ് ചെയ്താണ് വന്നത്. ഇതൊന്നും പോരാണ്ട് ആംഡായിട്ടുള്ള ഗാർഡ്സ് ആണ് ഉള്ളത്. 1ഉം 2ഉം മതിലൊക്കെയാണ് ചാടി വരുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പം അതിന് ഞാൻ മതിൽ ചാടിയല്ല വരുന്നത്, ഫ്രണ്ട് ഡോർ വഴിയാണെന്ന് തേജും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കീസ്. അതും എടുത്ത് നേരെ റൂമിൽ പോകുമ്പോൾ കാണുന്നത് ഒരു ഗാർഡ് നിൽക്കുന്നതാണ്. വാർഡന്റെ അടുത്തേക്ക് ഡോഗ്സിനെ കൊണ്ടുപോയ ആ ഒരു ഗാർഡ് ഉണ്ടല്ലോ, പുള്ളി കുറച്ച് ടെററാണ്. നമുക്ക് ടെറർ ഗാർഡ് എന്ന് പറയാം. ഒരുമാതിരി ഗാങ്സ്റ്റർ വൈബില് തിരിഞ്ഞു നിന്നിട്ട് വാതിലടക്കിയെന്ന് കുറച്ച് ടെററായിട്ട് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. എന്താ ഇത്ര ലേറ്റ് ആയത്? വാക്സിൻ എടുത്തില്ല അല്ലേ? തേജുങ്ങിന് നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. പുള്ളി തപ്പിയാല് തീർന്ന്. ഇവിടെ ഡോക്ടർ വാക്സിൻ എടുക്കുന്നിടത്താണ് കാണുന്നത്. തേജുങ്ങിന്റെ നമ്പറും പറഞ്ഞ് അവന്റെ പേരും പറഞ്ഞ് ഒരു പേഴ്സൺ അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിനക്ക് പകരം വേറെ ആളെ വിട്ടിട്ടുണ്ട് എന്ന് ടെറർ ഗാർഡ് തേജുങ്ങിന്റെ അടുത്ത് പറയുന്നു. അവിടെ ഡോക്ടർ വാക്സിൻ എടുത്ത് അത് പോക്കറ്റിൽ നിന്ന് മറ്റൊരു മരുന്നുമായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അതിന്റെ കളറ് പിങ്ക് ആണ്. അതാണ് തേജുങ്ങിന് ഇട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. കണ്ടാലേ അറിയാം വാക്സിൻ അല്ലാന്ന്. നാളെ വലിയൊരു മാച്ച് ഉണ്ട്, അതുകൊണ്ടാണ് നിനക്ക് പകരം വേറൊരാളെ ഞാൻ വിട്ടത്. ഉറപ്പായിട്ട് നീ തന്നെ ജയിക്കണം എന്ന് പറയുന്നുണ്ട്. പുള്ളി അവിടുന്ന് പോകുമ്പോഴാണ് തേജുങ്ങിന് ശ്വാസം നേരെ വീഴുന്നത്. തേജുങ്ങ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ടെറർ ഗാർഡ് വന്ന് അവനെ മാച്ചിന് വേണ്ടി കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പൊ സമയം 3:05. അവൻ ഇന്നാണ് പോവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് 3:30. അവിടെ പോകുമ്പം ഗംജയും അവന്റെ ടീമുമാണ് ഉള്ളത്. തോളിലെ കൈയിട്ട് അവന്റെ കൂടെ ചേരുന്നതിനെ കുറിച്ച് പറയുമ്പം എനിക്കതിന് താല്പര്യമില്ലെന്ന് ആദ്യം പറഞ്ഞതല്ലേ എന്ന് തേജും. അതൊക്കെ വിട്, നീ ഇപ്പം എന്തായാലും ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുക എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. സമയം 3:10. തീരെ സമയമില്ല, പെട്ടെന്ന് കാര്യം തീർത്തിട്ട് പോകണം. അതുകൊണ്ട് നേരെ പോയിട്ട് അവിടെ നിൽക്കുന്ന ആളുടെ മോന്തയ്ക്ക് ഒരു കുത്ത്, വയറ്റിന് 2 കുത്ത്. പുള്ളി ക്ലോസ്. തിരിച്ചു പോകുന്ന സമയത്ത് ഗംജേനോട് ഇപ്പൊ സമാധാനമില്ലേ എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് അങ്ങേർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നല്ല ദേഷ്യം വന്ന് അവന്റെ പുറകെ പോകാൻ നോക്കുമ്പം ഗാർഡ് വന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. ഓടിപ്പിടിച്ച് തിരിച്ച് റൂമിലേക്ക് പോകുമ്പം അവിടെ റൂമിന്റെ മുന്നിലുണ്ട് ഡോക്ടറും ചെടി ഗാർഡ് നിൽക്കുന്നു. അവന്റെ കിളി പോകുന്നുണ്ട്. തേജുങ്ങ് വാക്സിൻ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെടികാട് ഡോക്ടറെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. 3:30 ആവാൻ വേണ്ടിയിട്ട് ഇനി 2-3 മിനിറ്റ് മാത്രം. എങ്ങനെയും ഇതൊന്ന് പെട്ടെന്ന് തീർത്ത് പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡിലാണ് തേജു നിൽക്കുന്നത്. അരമണിക്കൂറിൽ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഡോക്ടർ ആ പിങ്ക് മരുന്നെടുത്തിട്ടാണ് സൂചി വെക്കുന്നത്. ഡോക്ടർ അവനെ സൂചി വെക്കുന്നു. ഗാർഡ് ഇവരെ നോക്കിയിരിക്കുന്നു. തേജുങ്ങ് ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുന്നു. കറക്റ്റ് 3:30. ഡോക്ടറും കുത്തിവെച്ച മരുന്നും മൊത്തത്തിലെ ഡാർക്കാണ്. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ നോക്കാം.